നമസ്കാരം. 2004 മുതൽ 2014 വരെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിനെതിരെ അഴിമതി അടക്കമുള്ള ഒരാരോപണവും ഉയർന്നില്ല. മന്ത്രിസഭയിലെ മറ്റു മന്ത്രിമാർക്കെതിരെ ആരോപണമുണ്ടെങ്കിലും മൻമോഹൻ സിംഗ് ഒരു മാന്യനായ രാജ്യസ്നേഹിയായ പ്രധാനമന്ത്രിയാണ് എന്നായിരുന്നു പൊതുവെയുള്ള വിലയിരുത്തൽ. എന്നിട്ടും 2011 മുതൽ 2014 വരെ ഏതാണ്ട് 3 വർഷക്കാലം മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ അഴിമതിക്കെതിരെ, ജനവിരുദ്ധ നിലപാടുകൾക്കെതിരെ വലിയ ജനകീയ പ്രക്ഷോഭമുണ്ടായി. ആ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തത് അണ്ണാ ഹസാരെയും ചരട് വലിച്ചത് അരവിന്ദ് കെജ്രിവാളുമായിരുന്നു. ഹസാരെ ദൗത്യം പൂർത്തിയാക്കാതെ മഹാരാഷ്ട്രയ്ക്ക് മടങ്ങി. എന്നാൽ അരവിന്ദ് കെജ്രിവാൾ ആ വിളനിലത്തിൽ വിത്തെറിഞ്ഞ് ഡൽഹി മുഖ്യമന്ത്രിയായി. ഡൽഹി മാത്രമല്ല, പഞ്ചാബും ആം ആദ്മി പിടിച്ചെടുത്തു. ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് ബദലായി രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായി വളർന്നു പന്തലിക്കുന്ന ലക്ഷണങ്ങൾ കാണിച്ചു. കെജ്രിവാളിനെ പോലും ജയിലിൽ അടച്ചാണ് BJP അതിനെ നേരിട്ടത്. ഏതാണ്ട് അതിന് സമാനമായ സാഹചര്യമാണ് വാസ്തവത്തിൽ പാറ്റ വിപ്ലവത്തിലൂടെ ഡൽഹിയിൽ ഇപ്പോൾ അരങ്ങേറുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിന് ഇനി 3 വർഷം കൂടി ബാക്കിയുള്ളപ്പോൾ ചെറുപ്പക്കാരെ തന്നെ രംഗത്തിറക്കി വലിയ കലാപാന്തരീക്ഷം രൂപപ്പെടുന്നു. കെജ്രിവാളിൻ്റെ വിപ്ലവ സമയത്ത് BJP രഹസ്യമായാണ് പിന്തുണച്ചത്, പരസ്യമായി രംഗത്തിറങ്ങിയില്ല. എന്നാൽ മറ്റൊരു ആപ്പ് ഉണ്ടാവുന്നത് തടയാൻ അവസരം മുതലെടുക്കാൻ കോൺഗ്രസ് പാർട്ടിയും മറ്റു പ്രതിപക്ഷ നേതാക്കളും ഊർജ്ജസ്വലതയോടെ രംഗത്തിറങ്ങി. കഴിഞ്ഞ 12 വർഷവും കാര്യമായി ഒന്നും ചെയ്യാതിരുന്ന രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷ പാർട്ടികളും ആദ്യമായി സ്വാഭാവികമായി രൂപപ്പെട്ട ഒരു ആൾക്കൂട്ടത്തിൻ്റെ പിതൃത്വം ഏറ്റെടുത്ത് ബഹുദൂരം മുന്നേറുന്നു. കഴിഞ്ഞ ദിവസം മോദിയുടെ വസതിക്ക് മുമ്പിലേക്ക് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത് അതിനാടകീയമായിരുന്നു. അതിനുണ്ടായ വാർത്താ പ്രാധാന്യം രാഹുൽ ഗാന്ധിക്ക് ഇതിനു മുമ്പ് ഒരിക്കലും കിട്ടിയിട്ടില്ല. ഇന്നലെ നാടകീയമായി ഇന്ത്യ മുന്നണിയിലെ സകല MP-മാരോടും രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ എത്താൻ പറയുന്നു. അതിനുശേഷം 2 ബസ്സിൽ നേരെ പോയത് മഹാത്മാഗാന്ധി സ്മൃതി മണ്ഡപത്തിലേക്കാണ്. ഗാന്ധിജി വെടിയേറ്റ് വീണ മണ്ണിലേക്ക് മെഴുകുതിരി കത്തിച്ച് ഭരണഘടന കയ്യിൽ പിടിച്ച് നടത്തിയ പ്രകടനവും വാർത്താ പ്രാധാന്യം നേടി. അങ്ങനെ കോൺഗ്രസ് പാർട്ടിയും ഇന്ത്യ മുന്നണിയും ഒരുമിച്ച് നിന്നുകൊണ്ട് പാറ്റ വിപ്ലവത്തിൻ്റെ ഗുണം കൊയ്തെടുത്തുകൊണ്ടിരിക്കുകയാണ്. പാറ്റ വിപ്ലവകാരികൾക്ക് ആവേശം നൽകിക്കൊണ്ട് രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ഒഴുകിയെത്തുന്നു. പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയാലും അവിടേക്ക് പുതിയ പുതിയ യുവാക്കൾ ഒഴുകിയെത്തുകയാണ്. രാജ്യവ്യാപകമായി എല്ലായിടത്തും വമ്പൻ പ്രകടനങ്ങൾ നടക്കുന്നു. പാറ്റ വിപ്ലവകാരികൾ ചിന്തിച്ചതിനപ്പുറത്തേക്കാണ് ഇതിന് വാർത്താ പ്രാധാന്യം ലഭിച്ചതും ജനപിന്തുണ കിട്ടിയതും. കാരണം ഇന്ത്യ മഹാരാജ്യത്തിലെ ഏറ്റവും വലിയ ഗ്രൂപ്പ് എന്ന് പറയാവുന്ന വിദ്യാർത്ഥികൾ അവരുടെ ഒരു യഥാർത്ഥ വിഷയത്തിൻ്റെ പേരിൽ ഒരുമിക്കാൻ കിട്ടിയ ആദ്യത്തെ അവസരം എന്ന നിലയിൽ രാഷ്ട്രീയ മതഭേദമന്യേ അതിനുവേണ്ടി അണിനിരക്കുന്ന കാഴ്ചയാണ്. ഇത് കൈകാര്യം ചെയ്യുന്നതിൽ പ്രാഥമികമായി കേന്ദ്ര സർക്കാരിന് പാളിച്ച പറ്റി. 1 മാസത്തിലേറെയായി ഡൽഹിയിൽ നിരാഹാര സത്യാഗ്രഹവും പ്രതിഷേധ പ്രകടനവും ഒക്കെ നടക്കുകയാണ്. ഇതിന് സാധ്യതകളെക്കുറിച്ച് മനസ്സിലാക്കാതെ പൂർണ്ണമായും അവഗണിച്ചു. ആരും തിരിഞ്ഞു നോക്കാതെ പാറ്റകൾ പിരിഞ്ഞു പോകും എന്നായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെയും BJPയുടെയും കണക്കുകൂട്ടൽ. അതുകൊണ്ട് അവർ അവഗണന മാത്രമാണ് വഴിയെന്ന് തിരഞ്ഞെടുത്തു. എന്നാൽ അപ്രതീക്ഷിതമായി പാർലമെൻറ്റ് മാർച്ച് പ്രഖ്യാപിക്കുകയും അത് വലിയ ഹൈപ്പാവുകയും അതിലേക്ക് ആയിരക്കണക്കിന് കുട്ടികൾ ഒഴുകിയെത്തുകയും ചെയ്തതോടെ സ്ഥിതിഗതികൾ അടിമുടി മാറി. ഇത് മനസ്സിലാക്കിയാണ് അതുവരെ തിരിഞ്ഞു നോക്കാതിരുന്ന പ്രതിപക്ഷ പാർട്ടികളും ഓടിയെത്തി പിന്തുണ പ്രഖ്യാപിച്ചത്. ഇതോടുകൂടി കേവലം പാറ്റക്കൂട്ടത്തിൻ്റെ ആക്രമണം മാത്രമല്ല, രാജ്യത്തെ പ്രതിപക്ഷത്തിൻ്റെ സംയോജിതമായ സമരമായി ഇത് മാറുകയാണ്. പോലീസ് നടപടി ഉണ്ടാവുകയും ഇൻ്റർനെറ്റ് വിച്ഛേദിക്കുകയും ഒക്കെ ചെയ്തിട്ടും മനസാന്നിധ്യം നഷ്ടപ്പെടാതെ പാറ്റക്കൂട്ടം പെരുകിയതോടെ കേന്ദ്ര സർക്കാരിന് അപകടം മനസ്സിലായി. അതുകൊണ്ട് തന്നെ ആദ്യ ദിവസങ്ങളിലെ പിടിവാശി ഉപേക്ഷിച്ച് ചർച്ചയ്ക്ക് അവർ തയ്യാറായിരിക്കുന്നു. ഇത്രയും കാലം ചർച്ചയ്ക്ക് അവർ ഒരുക്കമായിരുന്നില്ല. പിന്നീട് സഹമന്ത്രിമാരുമായി ചർച്ചയ്ക്ക് ഒരുങ്ങി. എന്നാൽ ഇന്നലെ മുതൽ കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാക്കി കേന്ദ്ര സർക്കാർ തന്ത്രപൂർവമായ നീക്കങ്ങൾ ആരംഭിച്ചു. ഇന്നലെ രാവിലെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത് കുട്ടികളുടെ ഭാവി സുപ്രധാനമാണ്, അത് സംരക്ഷിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെ പോകും. അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ട്രാക്ക് കോടതി പ്രഖ്യാപിച്ച് എത്രയും വേഗം അന്വേഷണം പൂർത്തിയാക്കി കുറ്റക്കാരെ ശിക്ഷിക്കുമെന്നാണ്. പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ ഡൽഹി ഹൈക്കോടതി നീറ്റ് പരീക്ഷാ ചോർച്ചയുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതിക്ക് രൂപം കൊടുത്തുകൊണ്ട് ഉത്തരവിറക്കി. എന്നിട്ടും പരിഹാരമുണ്ടാവാതെ പോവുകയും ജനക്കൂട്ടം പെരുകി വരികയും പ്രതിപക്ഷം മുതലെടുക്കുകയും ചെയ്തതോടെ ഇന്നലെ രാത്രിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലൈവിൽ രംഗത്ത് വരുന്നു. ലൈവിൽ വന്നിട്ട് അദ്ദേഹം ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ അടിയന്തരമായി തീരുമാനമുണ്ടാകുമെന്നും ചോദ്യപേപ്പർ ചോർച്ച അടക്കമുള്ള വിഷയങ്ങളിലെ നിയമം പരിഷ്കരിക്കുമെന്നും ഇത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്കെതിരെ കർക്കശമായ ശിക്ഷാ നടപടികൾ ഉൾക്കൊള്ളുന്ന പുതിയ നിയമം ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടാകുമെന്നും അത് തിങ്കളാഴ്ച തന്നെ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് ബില്ലാക്കുമെന്നും
അതുകൊണ്ട് ഇവർ രക്ഷപ്പെട്ടു പോവില്ല എന്നും ഉറപ്പ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ വലിയ മാറ്റങ്ങൾ വരുത്തി. സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ അഡീഷണൽ ചുമതലയുള്ള UGC ചെയർമാൻ്റെ അധിക ചുമതലയുള്ള ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയെ മാറ്റി. വിദ്യാഭ്യാസ വകുപ്പിൽ അടിമുടി പരിഷ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മന്ത്രിമാർ സമരക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചു. എന്നാൽ ചർച്ച എവിടെ വേണം എന്നതിനെക്കുറിച്ചുള്ള തർക്കമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. മന്ത്രിമാരുടെ വസതിയിലോ ഓഫീസിലോ സമരക്കാരുടെ സൗകര്യമനുസരിച്ച് ചർച്ചയാവാം എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാട്. എന്നാൽ സമരപന്തലിലേക്ക് എത്തൂ, എന്നിട്ട് ചർച്ച ചെയ്യാം എന്നാണ് സമരക്കാർ പറയുന്നത്. ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകാത്തത് മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്ന ആശങ്ക. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, യുവാക്കളുടെ ഈ രോഷത്തിന് അനുകൂലമാണ് ഇന്ത്യൻ സമൂഹം. അവർ ഉയർത്തുന്ന വിഷയങ്ങൾ പരിഹരിക്കപ്പെടുക തന്നെ വേണമെന്ന് ഇവർ തറപ്പിച്ചു പറയുന്നു. സിനിമാ മേഖലയിലടക്കം വമ്പൻ പിന്തുണയുണ്ട്. BJP നേതാവായ നടൻ കൃഷ്ണകുമാറിൻ്റെ മകൾ അഹാന കൃഷ്ണകുമാറും കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷുമൊക്കെ ഈ സമരത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നു. സമരത്തെ പിന്തുണയ്ക്കാതിരുന്നാൽ അത് വലിയ ചോദ്യചിഹ്നമായി മാറും എന്ന് തിരിച്ചറിഞ്ഞ് അവിടെയും ഇവിടെയും തൊടാതെ സിനിമാ മേഖലയിലെ പ്രമുഖർ രംഗത്ത് വന്നിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിനോ BJPക്കോ എതിരാവാതെ എന്നാൽ സമരത്തെ പിന്തുണയ്ക്കുന്ന രീതിയാണ് ഇവരൊക്കെ പുലർത്തുന്നത്. പത്മഭൂഷൺ മമ്മൂട്ടി ഇങ്ങനെ എഴുതി: യുവാക്കളാണ് നമ്മുടെ രാജ്യത്തിൻ്റെ യഥാർത്ഥ സമ്പത്ത്. അവരുടെ ശബ്ദങ്ങൾക്കു ചെവി കൊടുക്കുകയും സംരക്ഷിക്കുകയും അവരെ ശാക്തീകരിക്കുകയും വേണം. മമ്മൂട്ടിയുടെ ഈ പ്രസ്താവനയാണ് സമരത്തെ പിന്തുണയ്ക്കുന്നു എന്ന വാർത്തയുടെ നിദാനം. വളരെ സൂക്ഷ്മമായി കേന്ദ്ര സർക്കാരിനെതിരാവാതുള്ള നിലപാട്. ഇതുതന്നെയാണ് മഞ്ജു വാര്യരുടെ പ്രസ്താവനയും. രാഷ്ട്രീയത്തിനപ്പുറം മനുഷ്യത്വം നിലനിൽക്കണം. ചോദ്യങ്ങൾ ചോദിക്കാനും ആശങ്ക ഉയർത്താനും അർത്ഥപൂർണമായ ചർച്ചകൾ ആഗ്രഹിക്കാനും നമ്മുടെ യുവാക്കൾക്ക് അവകാശമുണ്ട്. രാജ്യത്തെങ്ങാനുമുള്ള പരീക്ഷാ സംവിധാനങ്ങളുടെ വിശ്വാസ്യത സംരക്ഷിക്കപ്പെടണം. നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനത്തിലുള്ള വിശ്വാസം ശക്തിപ്പെടുത്താൻ സുതാര്യത അനിവാര്യമാണ്. ഭയമല്ല, പ്രതീക്ഷയും നീതിയിലധിഷ്ഠിതമായ ഭാവിയുമാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നൽകേണ്ടത്. ഈ പറഞ്ഞ വാക്കിലും മോദി വിരുദ്ധമോ കേന്ദ്രവിരുദ്ധമോ അല്ല, വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ അംഗീകരിക്കാവുന്ന പ്രസ്താവന തന്നെയാണ്. അഹാന കൃഷ്ണകുമാറിൻ്റെ പ്രസ്താവനയും അങ്ങനെ തന്നെയാണ്. ഒരു സാധാരണ കുടുംബത്തിലെ കുട്ടിക്ക് വിദ്യാഭ്യാസം മാത്രമാണ് പലപ്പോഴും അവരുടെ ജീവിതം മാറ്റാനുള്ള ഒരേ ഒരു വഴി. ആ വിശ്വാസം തകർക്കപ്പെടുമ്പോൾ നഷ്ടപ്പെടുന്നത് ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയാണ്. ഈ വീഴ്ചകൾക്ക് ഉത്തരവാദിയായവരെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. നമ്മുടെ കുട്ടികൾ അർഹിക്കുന്നത് സുതാര്യവും നീതിയുക്തവും അവർ അർപ്പിക്കുന്ന വിശ്വാസത്തിന് യോഗ്യവുമായ ഒരു സംവിധാനമാണ്. ഇതിൻ്റെ തുടർച്ചയായിരുന്നു സച്ചിൻ ടെണ്ടുൽക്കറുടെ പ്രസ്താവനയും. എൻ്റെ അച്ഛനൊരു പ്രൊഫസറായിരുന്നു. ഒട്ടേറെ വിദ്യാർത്ഥികൾക്ക് അദ്ദേഹം വഴികാട്ടിയും ഉപദേഷ്ടാവുമായിരുന്നു. ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം പഠിപ്പിച്ച പ്രധാനപ്പെട്ട പാഠമുണ്ട്: പരാജയപ്പെടുന്നതിൽ തെറ്റില്ല, എന്നാൽ ഒരിക്കലും വഞ്ചനയരുത്, കുറുക്കുവഴികൾ തേടരുത്. സമൂഹത്തിലെ മുതിർന്നവർ എന്ന നിലയിൽ ഇവിടുത്തെ സംസ്കാരത്തെ രൂപപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്. പരിശ്രമത്തെക്കാൾ ഉപരി ഫലത്തിന് മാത്രം മുൻഗണന നൽകുന്ന ഒരു സമൂഹം അർഹതയേക്കാൾ കൂടുതൽ കുറുക്കുവഴികളെ ആശ്രയിക്കും. കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിച്ചില്ലെന്നോർത്ത് ഇന്ന് വിദ്യാർത്ഥികൾ നിരാശരാകുന്നത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്നാൽ ഇനി മുതൽ അവർക്ക് അങ്ങനെ തോന്നാതിരിക്കാൻ നാം ഏവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ടതുണ്ട്. കുറച്ചുകൂടി വിശദമായി തന്നെയാണ് സച്ചിൻ എഴുതിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ എല്ലാവരും ഈ സമരത്തിനും സമരക്കാർ ഉന്നയിക്കുന്ന വിഷയങ്ങൾക്കും അനുകൂലമാണ്. ഇതാണ് യഥാർത്ഥ ഇന്ത്യൻ മൂഡ്. എന്നാൽ ഈ പാറ്റകൾക്ക് പിന്നിൽ നിഗൂഢ ശക്തികളുണ്ട്. അവരെ സൂക്ഷിക്കുകയും വേണം എന്ന നിലപാട് തന്നെയാണ് രാജ്യസ്നേഹികൾ എടുക്കുന്നത്.